ദത്തവകാശ നിരോധന നിയമം. ദത്തവകാശ നിരോധന നിയമപ്രകാരം അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജ്യത്തിൻ്റെ ഭരണാധികാരി മരണപ്പെട്ടാൽ ആ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കും. ഈ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൗസിയാണ് 1848. ഇത് പിൻവലിച്ചതാരായിരുന്നു? ക്യാനിങ് പ്രഭു 1859. ആദ്യമായിട്ട് കൂട്ടിച്ചേർത്തത് സത്താറ 1848. അവസാനമായിട്ട് കൂട്ടിച്ചേർത്തത് ഔധ് 1856. ദത്താവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റ് നാട്ടുരാജ്യങ്ങളായിരുന്നു സാമ്പൽപൂർ 1850, ഉദയ്പൂർ, നാഗ്പൂർ, ഝാൻസി എന്നിവയൊക്കെ. ഇനി ഈ 857 ഒന്നാം സ്വാതന്ത്ര്യസമരം അടിച്ചമർത്തപ്പെട്ടതെന്നാണ്? 1858 ജൂലൈയിലാണ് ഇത് അടിച്ചമർത്തപ്പെട്ടത്. അതുപോലെ ഇതിൻ്റെ 150-ാം വാർഷികം 2007 ആഘോഷിച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറയുന്നത് ഇതിന് ഈ 1857 വിപ്ലവത്തിലെ സ്മാരകമായ മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥാപിച്ചത് 1863. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ ന്യൂഡൽഹിയിലാണ്. പിന്നീട് ഇത് 1972 അജിത്ഗഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട കലാപ കേന്ദ്രങ്ങളാണ് മീററ്റ്, ലക്നൗ, ആഗ്ര, അലഹബാദ്, മധുര, അലിഗഡ് തുടങ്ങിയ പ്രദേശങ്ങൾ. ഇനി കിട്ടൂർ കലാപം ഇവിടെ ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. അതായത് 1824 കിട്ടൂർ, അതായത് കർണാടകത്തിലെ ഒരു സ്ഥലമാണ് കിട്ടൂർ, ഒരു നാട്ടുരാജ്യമാണ്. അത് പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ അനൗദ്യോഗികമായി ഉപയോഗിച്ച നിയമമായിരുന്നു ദത്തവകാശ നിരോധന നിയമം. ഈ നിയമത്തിനെതിരെ നടന്ന കലാപമാണ് കിട്ടൂർ കലാപം. ഇതിന് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു? കിട്ടൂർ റാണി ചിന്നമ്മയും രായപ്പയും. ആരൊക്കെയായിരുന്നു? കിട്ടൂർ റാണി ചിന്നമ്മയും രായപ്പയുമാണ് ഇത് നേതൃത്വം നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കൊട്ടേഷൻ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്നഭിപ്രായപ്പെട്ടത് ആരാണെന്ന്? അത് 1851 അവധിനെക്കുറിച്ച് ഡൽഹൗസിയാണ് അഭിപ്രായപ്പെട്ടത്. ആരായിരുന്നു? ഡൽഹൗസി. ഇനി ഒരു ധീരയായ ഒരു വനിതയെക്കുറിച്ചും കൂടെ പഠിക്കാനുണ്ട്. അതാരാണ്? ഝാൻസി റാണി. ഝാൻസി റാണിയെക്കുറിച്ച് പറയുമ്പോൾ ഝാൻസിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിഭായി ആയിരുന്നു. അവരുടെ മറ്റൊരു പേരാണ് മണികർണിക അല്ലെങ്കിൽ മനുഭായ്. ഝാൻസിയിലെ രാജാവായിരുന്ന രാജാ ഗംഗാധർ റാവുവിൻ്റെ രാജ്ഞിയായിരുന്നു റാണി ലക്ഷ്മിഭായ്. 1857 വിപ്ലവത്തിൽ ഝാൻസി റാണി ഉൾപ്പെടുവാൻ കാരണമായ സംഭവമാണ് ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഝാൻസിയെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. 1857 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മിഭായിയാണ്. അതുപോലെ ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവിയായിരുന്നു ഹ്യൂഗ് റോസ്. എവിടെ വെച്ചായിരുന്നു? ഗ്വാളിയോറിൽ വെച്ചാണ്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവെന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ് റോസ് ആയിരുന്നു. പ്രധാനപ്പെട്ട ഒരു കൊട്ടേഷനാണ്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവെന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ് റോസ്. ജവഹർലാൽ നെഹ്റുവും ഒരു വിശേഷണം നൽകിയിട്ടുണ്ട്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്നും ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഏതിനകത്തായിരുന്നു? വിശ്വചരിത്ര അവലോകനം എന്ന കൃതിയിൽ നെഹ്റു വിശേഷിപ്പിച്ചതായിരുന്നു. ഝാൻസി റാണിയുടെ കുതിരകളുടെ പേരാണ് ബാദൽ, സാരംഗി, പവൻ. പ്രിലിമിനറി എക്സാമിനൊക്കെ നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാം ഈ ചോദ്യങ്ങളൊക്കെ. ഝാൻസി റാണിയുടെ കുതിരകളാണ് ബാദൽ, സാരംഗി, പവൻ. കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിരയായതായിരുന്നു ബാദൽ. ചബേലി എന്ന പേരിൽ അറിയപ്പെട്ട വിപ്ലവകാരിയായിരുന്നു? ഝാൻസി റാണി. ചബേലി എന്ന പേരിൽ അറിയപ്പെട്ടത് ഝാൻസി റാണി. റാണി വധിക്കപ്പെട്ട വർഷം പ്രീവിയസ് ചോദ്യമാണ്. 1858 ജൂൺ 18 ഝാൻസി റാണി വധിക്കപ്പെട്ടത്. INAയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെൻ്റ് എന്നാണ്. അതുപോലെ ഇവിടെ പ്രധാനപ്പെട്ട 2 ചോദ്യമുണ്ട്. ലക്ഷ്മിഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗ്വാളിയോറിലാണ് സ്ഥിതി ചെയ്യുന്നതാണ് ലക്ഷ്മിഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഗ്വാളിയോറിലും. ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് ആൻഡമാനിലുമാണ്. ഝാൻസി നഗരം ഇപ്പോൾ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്.